ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹീറോൻ്റെ ഗ്ലാമർ വണ്ടിയുടെ എഞ്ചിൻ വർക്കിനായിട്ട് അയച്ചാനാണ്. നിലവിൽ എൻ്റെ ക്രാങ്ക് ഷാഫ്റ്റ് സിലിണ്ടർ അടക്കം കംപ്ലൈൻ്റ് ആയിട്ട് നമ്മളത് അയച്ചാനാണ്. അപ്പോൾ നിലവിൽ കംപ്ലൈൻ്റ് ഉള്ള പാർട്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് നമുക്ക് ഈ ക്രാങ്ക് ഷാഫ്റ്റ് പോയിട്ടുണ്ട്. ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ കണക്ടറോടൊക്കെ നല്ല പ്ലേ കാണിക്കുന്നുണ്ട്. സെൻട്രൽ വരുന്ന ബെയറിംഗ് നല്ല പ്ലേ കാണിക്കുന്നുണ്ട്. പിന്നെ അത് കൂടാണ്ട് സിലിണ്ടറിനകത്തും അത്യാവശ്യം സ്ക്രാച്ചസ് ഉണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ അറിയാം അത്യാവശ്യം നല്ല രീതിയിൽ സ്ക്രാച്ചസ് സിലിണ്ടറിൻ്റെ ബോറിനകത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സിലിണ്ടർ ശരിക്കും എഞ്ചിൻ വർക്ക് ചെയ്യുമ്പോൾ സിലിണ്ടർ പിസ്റ്റണൊക്കെ മാറ്റി സിലിണ്ടർ കിറ്റാപ്പാടി മാറ്റിയിട്ടാണ് നമ്മൾ ചെയ്യുക. സിലിണ്ടർ കിറ്റ് മാറണം. അതുപോലെ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ സൈഡിൽ വരുന്ന നീഡിൽ ബെയറിങ് അതുകൂടി നമ്മൾ മാറ്റിയിടണം കേട്ടോ. പിന്നെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ വാൽവ് ഗൈഡൊക്കെ മാറ്റിയിട്ടാണ് നമ്മൾ സീറ്റ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ അഴിക്കുന്ന സമയത്ത് അതിൻ്റെ ഗിയർ ബോക്സിൽ വരുന്ന ഈ ബെയറിങ്ങുകൾക്ക് അത്യാവശ്യം നല്ല പഴക്കമുള്ളതാണ്. അപ്പോൾ നമ്മളത് അഴിക്കുമ്പോൾ കൂട്ടത്തിൽ കൂടെ അതിൻ്റെ ബെയറിങ്ങുകളൊക്കെ മാറ്റിയിട്ട് പുതിയ ബെയറിങ് ഇട്ടാണ് സെറ്റ് ചെയ്യുള്ളൂ. കാരണം ഞാൻ പിന്നെ എപ്പോൾ വേണമെങ്കിലും അതൊക്കെ കംപ്ലയിൻറ്റ്സ് വരാവുന്നവരായിട്ടാണ്. അപ്പോൾ നമ്മൾ അഴിക്കുമ്പോൾ ഏകദേശം ഒരു 450-500 നമുക്ക് അതിന് അഡീഷണലായിട്ട് വരുള്ളൂ. അപ്പോൾ ആ കൂട്ടത്തിൽ കൂടെ അത് മാറ്റി പോവുകയാണെങ്കിൽ ഏറ്റവും സേഫ് അതാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ കൂടെ നമ്മളത് മാറ്റി വിടും. പിന്നെ ക്ലച്ച് ഡിസ്ക് കംപ്ലയിൻ്റ് ഉണ്ട്. ക്ലച്ച് ഡിസ്ക് പ്ലേറ്റ് മാറ്റുമ്പോൾ നമ്മൾ ആ കൂട്ടത്തിൽ കൂടെ അത് കൂടി ചെയ്യും. പിന്നെ അതിനകത്ത് നമുക്ക് പ്രതീക്ഷിക്കാത്തൊരു കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗിയർ വീലിൻ്റെ കംപ്ലയിൻ്റ് ആണ്. അത് 3rd-ഉം 4th-ഉം ഗിയർ വീലുകൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തേയ്മാനം വന്നിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഈ പല്ലുകൾക്ക് ഈ ഒരു കറുത്ത പാട് പോലെ കാണുന്ന അതിൻ്റെ വീലിൻ്റെ തേയ്മാനമാണ്. 2 വീലുകൾക്കുണ്ട് കേട്ടോ. ഈ വീലിനുണ്ട്, ഈ വീലിനുണ്ട്. 3rd-ഉം 4th-ഉം നിലവിൽ കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മാറ്റുമ്പോൾ മെയിൻ ഷാഫ്റ്റിൻ്റെ വീലും മാറ്റണം. കൗണ്ടർ ഷാഫ്റ്റിൻ്റെയും ആ 4th ഗിയറിൻ്റെ വീലുകൾ നമ്മൾ മാറ്റി പുതിയ വീലുകളിട്ട് സെറ്റ് ചെയ്യണം. അതല്ലെങ്കിൽ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മൾ ബാക്കിയത്തെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് വണ്ടി ഓടിക്കുന്ന സമയത്ത് അഴിച്ചിട്ട് നമ്മൾ റീസെറ്റ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് കറക്റ്റ് സീറ്റിങ്ങിലായിരിക്കില്ല. അതായത് പല്ലുകളുടെ കിടന്നിരുന്ന പൊസിഷനിൽ നിന്ന് മാറിയിട്ട് ചിലപ്പോൾ വേറെ സൈഡിലായിരിക്കാം പല്ലുകൾ വരാം. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും എന്ത് പറ്റുമെന്ന് വെച്ചാൽ മൂളിച്ച സൗണ്ട് കൂടുതലായിരിക്കും. അതാണ് മെയിനായിട്ട് വന്ന പ്രോബ്ലം. തന്നെയല്ല കാലക്രമേണ നമുക്ക് ആ പല്ലുകൾക്ക് തേയ്മാനം വന്നത് കട്ടാവാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് കൂടി നമ്മൾ ഗിയറിൻ്റെ വീലുകളും കൂടി നമ്മൾ കൂട്ടത്തിൽ കൂടെ മാറ്റി വിടുന്നുണ്ട്. അപ്പോൾ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കാം. നമുക്ക് എത്ര ചിലവ് വരുന്നൊരു ഐഡിയ വേണമല്ലോ. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു എസ്റ്റിമേറ്റ് ഇടുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ ക്രാങ്ക് ഷാഫ്റ്റ് പുതിയ അസംബ്ലി പടി ഇടണേ. ക്രാങ്ക് ഷാഫ്റ്റ്, സിലിണ്ടർ കിറ്റ്, വാൽവ് ലെയ്ത്തി കൊടുത്തിട്ട് നമ്മൾ സീറ്റിങ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ വാൽവ് സീറ്റിങ്ങിൻ്റെ ലെയ്ത്ത് വർക്കിൻ്റെ എമൗണ്ട് വരും. പിന്നെ അതേപോലെ തന്നെ ലെയ്ത്തി ചെയ്യേണ്ട വേറെ രണ്ട് വർക്ക് എന്ന് പറഞ്ഞാൽ ഒന്ന് ക്യാം ഷാഫ്റ്റിൻ്റെ സൈഡ് ബെയറിംഗ് ആണ്. ഷാഫ്റ്റിന് വേറെ തേയ്മാനമില്ല, പക്ഷേ സൈഡ് ബെയറിങ്ങുകൾക്ക് ചെറിയൊരു പ്ലേ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ലെയ്ത്തി കൊടുത്ത് മാറ്റിയെടുക്കും. പിന്നെ അതേപോലെ ക്ലച്ച് ബെല്ലിൻ്റെ ബുഷും നമ്മൾ ലെയ്ത്തി കൊടുത്ത് അടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത്രയും ആയിട്ടാണ് നമുക്ക് ലെയ്ത്തി ചെയ്യേണ്ടത്. ബാക്കിയത്തെ പാർട്സുകൾ നമ്മൾ മാറ്റി പുതിയതിട്ടാണ് സെറ്റ് ചെയ്യുന്നത് കേട്ടോ. അതിനകത്ത് കൂട്ടത്തിൽ കൂടെ ഗിയർ വീലുകൾ 3rd-ഉം 4th-ഉം ഗിയർ വീലും കൂടി എസ്റ്റിമേറ്റ് ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം കേട്ടോ. നോക്കിയിട്ട് അതനുസരിച്ച് നമുക്ക് ആ രീതിയിൽ റിപ്പയർ ചെയ്യാം. പിന്നെ അതിൻ്റെ ബാക്ക് വീലിൻ്റെ ഹബ്ബ് സ്ലീവ് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി കൂട്ടത്തിൽ കൂടെ ചെയ്ത് വിടുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ് എമൗണ്ട് ആക്കാം. ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. പിന്നെ നമുക്ക് വണ്ടി നല്ല യൂസിങ് ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്രാങ്ക് ഷാഫ്റ്റ് സിലിണ്ടറൊക്കെ മാറ്റി ചെയ്യുന്നത് തന്നെയാണ് നമുക്ക് പോസിബിൾ ഉള്ളത്. അല്ലെങ്കിൽ റേറ്റ് കുറയ്ക്കണമെങ്കിൽ നമുക്കൊരല്പം വ്യത്യാസം വരുത്താനായിട്ട് പറ്റും ബോർ ചെയ്തിട്ട് കഴിഞ്ഞാൽ. പക്ഷേ അത് നമ്മൾ ഈ വണ്ടിക്ക് സജഷൻ പറയില്ല. കാരണം എന്ന് വെച്ചാൽ ഇത് നല്ല രീതിയിൽ ഓട്ടമുള്ള വണ്ടിയാണ്. അപ്പോൾ കമ്പനി ഐറ്റം മാറ്റി ഇടുന്നത് തന്നെയാണ് നമ്മുടെ വണ്ടിക്ക് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ആ രീതിയിലുള്ള എസ്റ്റിമേറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടാണ്. വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ചെയ്തേക്കണം. എന്തായാലും നമുക്ക് ശനിയാഴ്ചയൊക്കെ എടുക്കാവുന്ന രീതിയിലാണ് സെറ്റ് ആക്കി വിട്ടിരിക്കണം. അതിനിടയിൽ പാർട്സുകൾ ഓർഡർ ചെയ്ത് കിട്ടുമെന്ന് വിചാരിക്കണം. ഗിയർ വീലാണ് നമുക്ക് ഇച്ചിരി സംശയമുള്ളൂ. ഗിയർ വീല് കിട്ടാനാണ് ചിലപ്പോൾ ഒരു ഡിലേ വരാൻ സാധ്യത. ബാക്കിയത്തെ ഐറ്റംസൊക്കെ ഓൾറെഡി അവൈലബിൾ ആയിരിക്കും. അപ്പോൾ എന്തായാലും ഞാൻ കോൺടാക്റ്റ് ചെയ്തോളാം. ഓക്കെ.